കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് മുൾമുനയിൽ നിൽക്കുകയാണ്. SFI ഗവർണർ പോര് മൂർച്ഛിച്ചു നിൽക്കെ ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. സർവകലാശാല ക്യാമ്പസിലെ പൊതുപരിപാടിയിൽ ഗവർണർ പങ്കെടുക്കും. SFIയുടെ പ്രതിഷേധം പ്രതിരോധിക്കാൻ കനത്ത സുരക്ഷയാണ് പോലീസും ഒരുക്കിയിട്ടുള്ളത്. രാജ്ഭവന് മുന്നിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനിടെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഗവർണർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. മസ്തിഷ്കത്തിന് പകരം മനുസ്മൃതിയെങ്കിൽ ഭരണഘടന പഠിപ്പിക്കുമെന്നാണ് പന്തളം NSS കോളേജിലെ ബാനറിലെ പരാമർശം. കാലിക്കറ്റ് സർവകലാശാലയിൽ ജയപ്രകാശ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ആഷ്ലി ജോയുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് CK അഭിലാലുമുണ്ട്. ആദ്യം ജയപ്രകാശിലേക്കാണ്. ജയപ്രകാശ്, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു വല്ലാത്ത പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ്. ഇരു വിഭാഗവും വിട്ട് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ ശുഭകരമായ രീതിയിലാണോ, ഇങ്ങനെ പോകേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയില്ല. രണ്ടുപേരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകണമോ എന്നൊരു വലിയ ചോദ്യവുമുണ്ട്. പക്ഷേ ഇന്നും സമാനമായ കാഴ്ചകൾ തന്നെ നമ്മൾ കാണേണ്ടി വരും. എപ്പോഴാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തുന്നത്? അതിന് മുന്നോടിയായി SFI എന്ത് പ്രതിഷേധ ഒരുക്കങ്ങളാണ് നടത്തുന്നത്? ബാനറുകൾ ഉയർത്തുന്നതടക്കം. ദിവിഷ്, കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് ഗവർണർ കഴിഞ്ഞ 2 രാത്രികളിലും ഗവർണർ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഈ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFIയുടെ ഭീഷണി. ആ ഭീഷണി വകവയ്ക്കാതെ, ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ താമസിക്കുകയാണ്. സർവ്വശക്തിയും എടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ SFI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്യാമ്പസിലെ പൊതുപരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും SFI ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യം. ഭാരതീയ വിചാര കേന്ദ്രവും ഒപ്പം തന്നെ സനാതന ധർമ്മപീഠവും സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം 3:30-നാണ്. അതിന് ഗവർണർ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഈ സെമിനാർ ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഏതാണ്ട് 50 മീറ്റർ ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. ഈ ഭാഗം, അതായത് സർവകലാശാലയുടെ മുൻഭാഗം, പ്രധാനപ്പെട്ട ഭാഗം ബാരിക്കേഡ് വെച്ച് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പോലും ഇവിടേക്ക് പ്രവേശനമില്ല, ജീവനക്കാർക്കും പ്രവേശനമില്ല. മറ്റു വഴികളുണ്ട് സർവകലാശാലയിലേക്ക്. പിറകുവശത്തെ AD ബ്ലോക്കിന്റെ വശത്തുകൂടിയുള്ള വഴികളിലൂടെയാണ് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ജീവനക്കാരും അധ്യാപകരും എല്ലാം എത്തേണ്ടത് എന്ന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു. ചരിത്രത്തിലില്ലാത്ത വിധം സർവകലാശാലയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഒരു കാക്കി മതിൽ തീർത്തിരിക്കുകയാണ് എന്ന് പറയാം. 2000-ലധികം പോലീസിനെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിരിക്കുന്നത്. ഈ കനത്ത സുരക്ഷയ്ക്കിടയിലും SFIക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇവിടെ സ്ഥാപിച്ച സംഗീ ചാൻസലർ വാപ്പസ് ജാവോ എന്നുള്ള ഒരു ബോർഡ്, ഒപ്പം തന്നെ ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള ബോർഡ്, യു ആർ നോട്ട് വെൽക്കം, ചാൻസലർ യു ആർ നോട്ട് വെൽക്കം എന്നുള്ള ബാനർ, ആ ബാനറൊക്കെ ഗവർണർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചിരുന്നു. അതിനുശേഷവും SFIക്കാർ പുതിയ ബാനറുകളുമായി എത്തുന്നതും അത് സ്ഥാപിക്കുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ചാൻസലർ, ദിസ് ഈസ് കേരള എന്നാണ്. ഇത് ഗവർണർ വരുന്ന ഭാഗത്തുമല്ല, പിറകുവശത്തായാണ് ഈ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഗവർണർ അണുവിട വിട്ടുവീഴ്ചയ്ക്ക്, നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. SFI എല്ലാ ശക്തിയും എടുത്ത് പ്രതിഷേധിക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. പല ഭാഗങ്ങളിലൂടെ ഇങ്ങോട്ട് എത്താൻ കഴിയും. അതായത് ഈ ബാരിക്കേഡ് വെച്ച് മറച്ചിരിക്കുന്ന സ്ഥലങ്ങൾ 2, 3, 4 സ്ഥലങ്ങളുണ്ട്. അവിടേക്കെല്ലാം ചെറിയ ചെറിയ പ്രതിഷേധങ്ങളുമായി SFI അല്പസമയത്തിനകം എത്തിച്ചേരും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് പരമാവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഇന്ന് ഈ ക്യാമ്പസിൽ SFI നടത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ തടയുന്നതിന് വേണ്ടി സർവ്വസന്നാഹങ്ങളും പോലീസും ഒരുക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പോലീസ് മാത്രമല്ല, വയനാട് നിന്നും കനത്ത സുരക്ഷാ വലയം തന്നെ പോലീസ് തീർത്തിട്ടുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിലും തർക്കമില്ല. ആഷ്ലിയിലേക്ക്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? അല്ലാതെയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്നിവിടെ സാധ്യതയുണ്ടോ? പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധവും അതിനെതിരെ ഗവർണറുടെ പ്രതികരണവും എല്ലാം തന്നെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്ഭവനും അതുപോലെ രാജ്ഭവൻ പരിസരത്തുമൊക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണ രാജ്ഭവൻ പരിസരത്ത് ഡ്യൂട്ടിക്കിടുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ ഇപ്പോൾ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പോലീസിനെ ഈ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. എയർപോർട്ട് മുതൽ രാജ്ഭവൻ വരെയുള്ള വഴികളിലെല്ലാം തന്നെ പോലീസ് ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് 9 മണിയോട് കൂടി കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടി കഴിഞ്ഞ് ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തും.
അതുകൊണ്ട് തന്നെ പോലീസ് വലിയ പ്രതിഷേധങ്ങൾ ഇനി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കണക്കിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുരക്ഷ ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ് ഈ ഗവർണർ തലസ്ഥാനത്ത് നിന്ന് തിരിക്കുന്നതിന് മുൻപ് നടന്ന പ്രതിഷേധങ്ങളും കരിങ്കൊടി പ്രതിഷേധവും എല്ലാം നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള വലിയ ആരോപണം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു പഴി കേട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന തലത്തിൽ എല്ലാ കോളേജുകളിലും SFI ബാനറുകൾ ഉയർത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിലും വിവിധ കോളേജുകളിൽ ഇത്തരത്തിൽ SFI ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്. സംസ്കൃത കോളേജ്, തിരുവനന്തപുരം സംസ്കൃത കോളേജിലും അതുപോലെ തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, ധനുവച്ചാവൂരും IHRD, അതുപോലെ കാര്യവട്ടം ക്യാമ്പസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ SFI ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം കടുപ്പിക്കും. ശരി, എന്തായാലും സർവകലാശാലകളിലും ക്യാമ്പസുകളിലും ഒക്കെ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ പല വിധത്തിൽ സംഘടിപ്പിക്കുകയാണ് SFI. പന്തളത്തെ വിവരങ്ങൾ അഭിലാൽ കൂടി നൽകും. അഭിലാൽ, പത്തനംതിട്ടയിൽ പന്തളം കോളേജിൽ മാത്രമാണോ പ്രതിഷേധം? ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ആയതുകൊണ്ട് ബാനർ പ്രതിഷേധങ്ങളാണോ മറ്റിടങ്ങളിലെല്ലാം? നവകേരള സദസ്സിൻ്റെ ഉദ്ഘാടന വേദികളിലൊക്കെ തന്നെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ കാണുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ നിശിതമായി വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ജില്ലയിലെ ഏറ്റവും അവസാനത്തെ പരിപാടി എന്ന തരത്തിൽ അടൂരിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് 35 മിനിറ്റ് ആണെങ്കിൽ അത് 20 മിനിറ്റ് സമയവും ഗവർണറെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ചുരുക്കത്തിൽ പാർട്ടിക്കും സർക്കാരിനും സ്വീകാര്യനായ വ്യക്തിയല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള സന്ദേശം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മലപ്പുറത്ത് SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് SFI NSS പന്തളം NSS കോളേജ് യൂണിറ്റ് ഗവർണർക്കെതിരെ പോസ്റ്റർ അതോടൊപ്പം തന്നെ ബാനർ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത് പൊതുശ്രദ്ധയിലേക്ക് വന്നത്. കഴിഞ്ഞ രാത്രി ഇത് കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മസ്തിഷ്കത്തിന് പകരം മനുസ്മൃതിയാണെങ്കിൽ മിസ്റ്റർ ഗവർണർ, അങ്ങേ ഞങ്ങൾ തെരുവിൽ ഭരണഘടന പഠിപ്പിക്കുമെന്നുള്ളതാണ് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൻ്റെ ഉള്ളടക്കം. പന്തളം NSS കോളേജ് എന്നുള്ളത് SFI അതോടൊപ്പം തന്നെ ABVP ബദ്ധശത്രുക്കളായി തെരുവിൽ തല്ലുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുള്ള കോളേജാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും നമ്മൾ അത് കാണുകയും ചെയ്തതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ABVPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ജില്ലയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രകടമായി തന്നെ പ്രത്യേക സുരക്ഷ തേടിയിട്ടുണ്ടോ മാനേജ്മെന്റ് പോലീസിനോട്? നിലവിൽ അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായ ഒരു പ്രചാരണം എന്നുള്ള തരത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ മറ്റേതെങ്കിലും കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ABVP അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ലെങ്കിൽ പോലും ജാഗ്രതയോടെ നിലനിൽക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ പരിധിവിട്ട തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ നീങ്ങുകയാണെങ്കിൽ പോലീസ് സഹായം തേടാനാണ് പ്രിൻസിപ്പലിന് മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള നിർദ്ദേശം.